കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മഴ വന്ന് ഉച്ചിയിൽ നിൽക്കുമ്പോഴാണോ ഇടപെടുന്നത് എന്ന് അധികൃതരോട് ചോദ്യം. മാലിന്യം വലിച്ചെറിയുന്നവരെയും കുറ്റം പറയണമെന്നും പ്രശ്നപരിഹാരത്തിന് ജനങ്ങളും ഒപ്പം നിൽക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശം. വിഷയം മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെയായിരുന്നു കോടതിയുടെ വിമർശനം? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കൊച്ചി നഗരം അക്ഷരാർത്ഥത്തിൽ വെള്ളക്കെട്ടിൽ മുങ്ങിയ അവസ്ഥയിലാണ് ഉണ്ടായത്. തുടർന്ന് നിലവിൽ ഇന്ന് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. അധികൃതർക്കും ഒപ്പം ജനങ്ങൾക്കും രൂക്ഷമായ വിമർശനം കോടതിയിൽ നിന്നും ഉണ്ടായി. ആദ്യം തന്നെ അമിക്കസ് ക്യൂറി പറഞ്ഞത് ഇടപ്പള്ളിയിലുണ്ടായ വെള്ളക്കെട്ടിന് കാരണം ഇടപ്പള്ളിയിലെ കാന ശുചീകരിക്കാത്തതാണ് എന്ന് ഇന്ന് കോടതിയിൽ അമിക്കസ് ക്യൂറി അറിയിച്ചു. മഴ വന്ന് ഉച്ചിയിൽ നിൽക്കുമ്പോഴാണോ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കോടതി അധികൃതരോട്, അത് സർക്കാരിനോടാണ് ചോദിച്ചത്. ഗവൺമെന്റ് GP ഹാജരായിരുന്നു, അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. ജനങ്ങളെയും ഇക്കാര്യത്തിൽ കുറ്റം പറയണമെന്ന് കോടതി പറഞ്ഞു. ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാനയിൽ കൊണ്ടുവന്ന് തള്ളുന്നു. ഈ പോക്ക് പോവുകയാണെങ്കിൽ റെസിഡൻഷ്യൽ അസോസിയേഷനുകളെയും ഈ കേസിൽ കക്ഷി ചേർക്കും എന്ന് കോടതി പറയുന്നു. കഴിഞ്ഞ തവണ കാനകൾ ശുചീകരിച്ചതുപോലെ ഇത്തവണയും ഉണ്ടാകുമെന്ന് കരുതി, പക്ഷേ അത് ഉണ്ടായില്ല എന്നും നിർഭാഗ്യകരമാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. P&D കോളനിയിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചവരുടെ ഫ്ളാറ്റിലെ ചോർച്ച ദൗർഭാഗ്യകരമായ സംഭവമാണെന്നും കോടതി കൂട്ടിച്ചേർത്തു. മറ്റന്നാളത്തേക്ക് കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.